ദേ വിൽ കിൽ യു എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ പടം കണ്ടു. ഇത് തിയേറ്റർ റിലീസ് ആയപ്പോൾ കഴിഞ്ഞ മാസം അവസാനം കണ്ട് റിലീസ് ആയതാണ്. അപ്പോൾ കാണണമെന്ന് കരുതിയാണ്. പക്ഷേ എറണാകുളത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാണാൻ പറ്റില്ല, എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതായാലും സിനിമ കണ്ടു. കിറിൽ സോക്കലോവ്, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. പുള്ളിയാണ് ഈ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് ആക്ഷൻ സിനിമയെ കുറിച്ച്. ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ഹൗസ് കീപ്പിംഗ് ജോലിക്ക് പോകുന്ന നായികയ്ക്ക് നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണ് ഈ പടം പറയുന്നത്. പടം ഒരു ഫൺ വാച്ചാണ്. ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ പ്രേമികൾക്ക് പറ്റിയ ഒരു സിനിമയുമാണ്. ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു പടമാണ്. നിങ്ങൾ ഒട്ടും ബോറടിപ്പിക്കത്തൊന്നുമില്ല. എൻഗേജിംഗ് ആണ്, അത്യാവശ്യം ത്രില്ലിംഗുമാണ്. നായികയുടെ കിടിലൻ ആക്ഷൻ സീക്വൻസുകളാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. ഈ ചില ആക്ഷൻ പടങ്ങളിൽ ഈ വില്ലന്മാര് ചത്തു കഴിഞ്ഞാൽ പോലും നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. പക്ഷെ ഈ പടത്തില് ലാസ്റ്റ് ഭാഗങ്ങളിൽ ഭയങ്കര ഹെവി സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. പിന്നെ നിറയെ ബ്ലഡ് ഷെഡ് സീനുകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനപ്പുറം ചില ഭാഗങ്ങൾ, അതായത് ഒരു കണ്ണിന്റെ ഒരു ഐറ്റം ഒക്കെ ഉണ്ട്, അതെനിക്ക് ചെറിയ രീതിയിൽ അറപ്പും ഫീൽ ചെയ്തു. നായികയായിട്ട് അഭിനയിച്ച സാസി ബീറ്റ്സിന്റെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. ബാക്കി എടുത്തു പറയത്തക്ക ഗംഭീര ക്യാരക്ടേഴ്സ് ഒന്നും സിനിമയിലില്ല. അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. ടെക്നിക്കൽ സൈഡിലും നല്ലൊരു സിനിമയാണ്. ഇതിന്റെ കളർ ടോൺ നല്ല രസമുണ്ടായിരുന്നു. ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ കൊള്ളാം. ആ ഒരു വീട്, അതിന്റെ ഉള്ളിലെ സെറ്റപ്പ് ഒക്കെ. ആക്ഷൻ കൊറിയോഗ്രാഫി കൊള്ളാം. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്ലോട്ടിന്റെ പ്രത്യേകത കൊണ്ടുകൂടിയാവാം ഇതിലിങ്ങനെ വെട്ട്, കുത്ത്, ഇങ്ങനെ സ്ലാഷർ ഐറ്റംസ് ഒക്കെ സംഭവിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിലുള്ള വീഴ്ച, ഇതിലൊക്കെ ഒരു ചെറിയ ടൈം ഗ്യാപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. മെയിനായിട്ടും തുടക്കത്തിലായിരുന്നു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. അത് ചെറിയ രീതിയിൽ എനിക്ക് ചിലയിടങ്ങളിൽ ആസ്വാദനത്തെ ആദ്യമൊക്കെ ബാധിച്ചായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് മുമ്പ് ഞാൻ റെഡി ഓർ നോട്ട് ടു കണ്ടതുകൊണ്ടാണോ എന്തോ ആ പടവുമായിട്ട് എനിക്ക് ഭയങ്കര സാമ്യം തോന്നി. ഈ ചേച്ചി അനിയത്തി അവർ ചെന്ന് ട്രാപ്പിൽ പെടുക, ബാക്കി ഇതിന്റെ ആ ഒരു സെറ്റപ്പ്, അപ്പൊ ആ പ്ലോട്ട് ഉൾപ്പെടെ പല കാര്യത്തിലും എനിക്ക് അങ്ങനെ സാമ്യം തോന്നി. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ വൺ ലൈൻ മാത്രം എടുത്താൽ അങ്ങനെ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല എന്ന് പറയാം. സോ ഇതൊരു റെഡി ഓർ നോട്ട് കിൽ ബിൽ രണ്ടും കൂടെ മിക്സ് ആണ്. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളോട് നമുക്ക് അങ്ങനെ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും തോന്നുന്നില്ല എന്നുള്ളതും പടത്തിന്റെ ഒരു പോരായ്മയാണ്. സോ മൊത്തത്തിൽ വൻ സംഭവമൊന്നുമല്ല. സ്റ്റിൽ ആക്ഷൻ പ്രേമികൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫൺ വാച്ച് ടൈം പാസ് പടമാണിത്. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ രസമുണ്ട്. പടം ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആണ്. പക്ഷേ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് പടം കാണേണ്ടി വരും. 1 മണിക്കൂർ 34 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.